മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളും പല ക്വിസ് വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. സ്കൂൾ തുറക്കുമ്പോഴേക്കും എല്ലാവരും പഠിച്ചു തുടങ്ങുക. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. ഭൂമിയുടെ ഹരിതകോശം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? വനങ്ങളെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? കല്ലേൽ പൊക്കുടൻ. ദേശീയ കാർഷിക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗ്. കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെ? ഏഴിമല, കണ്ണൂർ, 1977. ഇന്ത്യയിലെ ആദ്യ പ്ലാസ്റ്റിക് രഹിത വിനോദസഞ്ചാര കേന്ദ്രം ഏത്? കുമരകം, കോട്ടയം. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? പാമ്പാട്ടുംചോല, ഇടുക്കി. ഓസോൺ ദിനം എന്ന്? സെപ്റ്റംബർ 16. കേരളത്തിൽ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം ഏത്? പശ്ചിമഘട്ടം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏത്? മംഗളവനം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇന്ദുചൂടൻ. കെ നീലകണ്ഠൻ എന്നാണ് യഥാർത്ഥ പേര്. കേരളത്തിൻ്റെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്നു. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി നൂറുമേനി. സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷണത്തിന് പേരുകേട്ട കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? സൈലന്റ് വാലി, പാലക്കാട് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏത്? വയനാട്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്? നെയ്യാർ, തിരുവനന്തപുരം. കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? പ്രൊഫസർ ജോൺ സി ജേക്കബ്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? ആറളം വന്യജീവി സങ്കേതം. ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു, നടുനിവർക്കാനൊരു കുളിർനിഴൽ നടുന്നു. ആരുടെ വരികളാണിത്? ONV കുറുപ്പിൻ്റെ. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? യൂജിൻ P. ഓഡ്. Please like and subscribe.